ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ കേരളത്തിൻ്റെ വിജയ് ഹസാരെ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് അത്ഭുതമായിരുന്നു ഈ ഒരു കാര്യം. അതായത് സഞ്ജു സാംസൺ ഈ ഒരു സ്ക്വാഡിൽ ഇല്ല എന്നുള്ളത്. അണ്ടർ ദ ക്യാപ്റ്റൻസി ഓഫ് സൽമാൻ നിസാറാണ് നമ്മൾ ഇത്തവണ വിജയ് ഹസാരെ കളിക്കാൻ പോകുന്നത്. സച്ചിൻ ബേബി എന്ന സീനിയർ താരം സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ പരിക്കേറ്റ് പുറത്തായതുകൊണ്ട് അദ്ദേഹത്തിന് വിജയ് ഹസാരെയും കളിക്കാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹമായിരുന്നായിരിക്കണം ക്യാപ്റ്റൻ. പക്ഷേ ഇത്തവണ സൽമാൻ നിസാറിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് നമ്മുടെ ടീം ഇറങ്ങുന്നത്. ആൻഡ് സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു എന്തുകൊണ്ട് സഞ്ജു ഇല്ല എന്നുള്ളത്. ആക്ച്വലി ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ ഉണ്ടായ താരങ്ങൾ മാത്രം സ്ക്വാഡിൽ മതി എന്നുള്ള കർശനമായ നിർദ്ദേശത്തിലാണ് ഇങ്ങനൊരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സഞ്ജുവിന് പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പങ്കെടുത്ത താരങ്ങളാണ് നിലവിൽ ഈ ഒരു കേരള സ്ക്വാഡിലുള്ളത്. കേരളത്തിനെ സംബന്ധിച്ച് ഇതൊരു വെല്ലുവിളി തന്നെയാണ്, സീനിയർ താരങ്ങളില്ലാതെ കളിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. പക്ഷേ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ വലിയ കുഴപ്പമില്ലാത്ത ഫോമിലായിരുന്നു സൽമാൻ നിസാർ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി തെളിഞ്ഞ് വരാൻ സാധിക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ പലതവണ പറഞ്ഞ എനിക്ക് തന്നെ നാണക്കേണ്ടുള്ളൊരു കാര്യമാണ് നമുക്കൊരു ഡൊമസ്റ്റിക് ട്രോഫി ഇല്ല എന്നുള്ളത്. സെയ്ദ് മുസ്താഖ് അലിയുടെ ലാസ്റ്റ് സീസണിലെ പെർഫോമൻസ്, അതായത് കഴിഞ്ഞ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത്ര പീക്ക് ലെവലിലൊന്നും ആയിരുന്നില്ല കേരളത്തിൻ്റെ പെർഫോമൻസ്. നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഫെയിലായി പുറത്തേക്ക് വരികയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, എത്രത്തോളം ഗ്രൂപ്പ് സ്റ്റേജിൽ ആരൊക്കെ ആക്രമിച്ച് കളിച്ചു എന്ന് പറഞ്ഞാലും വേണ്ട വിധത്തിലുള്ള റെക്കഗ്നൈസേഷൻ കിട്ടില്ല. സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ പോരാട്ടങ്ങളിലുള്ള നല്ല ഗെയിം വന്നാൽ മാത്രമേ ഈ ഒരു പറയുന്ന റെക്കഗ്നൈസേഷൻ ഫ്രണ്ടിലേക്ക് കിട്ടുകയും ഇവർക്ക് ഫ്യൂച്ചറിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കയറി പോകാനും പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എത്രത്തോളം ഗ്രൂപ്പ് സ്റ്റേജിൽ കിടന്ന് കളിച്ചാലും ഈ വേണ്ട രീതിയിലുള്ള റെക്കഗ്നൈസേഷൻ കിട്ടില്ല. അത് ഇവരെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവാണ്. നാഷണൽ സൈഡിലേക്കൊക്കെ വരണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിങ്സുകൾ ഫ്രണ്ടിലേക്ക് സെമി ഫൈനൽ ഫൈനൽ രീതിയിലേക്ക് വരണം. പക്ഷേ നമുക്ക് അവിടേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇതുവരെ KCB കണ്ടെത്താൻ സാധിക്കാത്തതും വലിയൊരു തിരിച്ചടി തന്നെയാണ്. എത്ര കാലമായി നമ്മളൊരു കപ്പ് പ്രതീക്ഷിച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട്. പോരാതെ ഇത്തവണ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ പെട്ടിട്ടുള്ളത്. വിജയ് ഹസാരെ ട്രോഫിയിൽ നമ്മുടെ ആദ്യത്തെ മത്സരം കളിക്കാൻ പോകുന്ന ബറോഡയ്ക്കെതിരെയാണ്. അണ്ടർ ദ ക്യാപ്റ്റൻസി ഓഫ് കൃണാൽ പാണ്ഡ്യയാണ് ബറോഡ കളിക്കാൻ വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു സെയ്ദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെൻറ്റാണ് അവർ കളിച്ചു വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കുകയാണെങ്കിൽ അഹമ്മദ് ഇമ്രാൻ, ആനന്ദ് കൃഷ്ണൻ, കൃഷ്ണപ്രസാദ്, റോഹൻ എസ് കുന്നമ്മൽ, സൽമാൻ നിസാർ, ഷോൺ റോജർ, ആദിത്യ സവാദ്രെ, അഖിൽ സ്കറിയ, ജലജ് സക്സേന, ഷറഫുദ്ദീൻ എന്നും, വൈശാഖ് ചന്ദ്രൻ, അജ്നാസ്, മുഹമ്മദ് അസറുദ്ദീൻ, ബേസിൽ തമ്പി, ഏതൻ ആപ്പിൾടോം തിരിച്ചു വന്നു കേട്ടോ, MD നിതീഷ്, ബേസിൽ നെടുങ്കുഴി, സിജോ മോൻ ജോസഫ്, സുരേഷ് വിശ്വേശ്വർ എന്നിവരാണ് സ്ക്വാഡിലുള്ളത്. ബറോഡയ്ക്കെതിരെയാണ് ആദ്യത്തെ മത്സരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് കേരളത്തിൻ്റെ പെർഫോമൻസ് വരാൻ പോകുന്നത്. 23-ാം തീയതിയാണ് ആദ്യത്തെ മത്സരം. കേരളം ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിലുള്ളത് ബീഹാർ, ബറോഡ, ബംഗാൾ, ഡൽഹി, കേരളം, മധ്യപ്രദേശ്, ത്രിപുര എന്നീ ടീമുകളാണ്. അപ്പോൾ ടഫായിട്ടൊരു ഗ്രൂപ്പാണ്. ഈ പറയുന്ന മധ്യപ്രദേശൊക്കെ അത്യാവശ്യം നല്ല ടീമാണ്, വലിയ കുഴപ്പമില്ലാത്ത ടീം. മധ്യപ്രദേശ്, ഡൽഹിയുണ്ട്, ബംഗാളുണ്ട്, ബറോഡയുണ്ട്, ബീഹാറുണ്ട്. ലെറ്റ്സ് സീ. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വിജയ് ഹസാരെ ട്രോഫി നിർണായകമാണ്. ഹോപ്പ്ഫുള്ളി പ്രശ്നങ്ങളൊക്കെ തീർത്ത് സഞ്ജു സാംസൺ സ്ക്വാഡിലേക്ക് വരാൻ സാധിക്കട്ടെ. എന്തായാലും ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസ് ജാനുവരി അവസാനത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ വിജയ് ഹസാരെ ഫിനിഷ് ആവുമെന്നാണ് തോന്നുന്നത്. ലെറ്റ്സ് സി. എന്തായാലും ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ പങ്കെടുക്കാതെ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ എക്സ്ക്ലൂഡ് ചെയ്തത് എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തി. ഗൂഗിൾ സൈനിങ്. ബൈ ബൈ ഗൈസ്.